CMA ഇന്റർ ഗ്രൂപ്പ് 1 പേപ്പർ 6 ആയിട്ടുള്ള ലോ ആൻഡ് എത്തിക്സിന്റെ സ്റ്റഡി നോട്ട് 12 ആയിട്ടുള്ള പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 ആണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൽ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936ന്റെ ഒബ്ജക്ട്, സ്കോപ്പ് ആൻഡ് ആപ്ലിക്കബിലിറ്റി ആണ് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ ആക്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആക്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ എംപ്ലോയി ചെയ്തിരിക്കുന്ന വ്യക്തികൾ, അതായത് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ വേജ് പേയ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്നുകൊണ്ട് പറയുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഇത് പ്രാബല്യത്തിൽ വന്നത് 1937 മാർച്ച് 28-നാണ്. 1937 മാർച്ച് 28-നാണ്. നമുക്കിപ്പോൾ അറിയാം പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 എന്നാണ് പറയുന്നതെങ്കിലും പ്രാബല്യത്തിൽ വന്നത്, അതായത് ഗവൺമെന്റ് അത് ആപ്ലിക്കബിൾ ആക്കിയിട്ട് എഫക്റ്റിൽ കൊണ്ടുവന്നത് 1937 മാർച്ച് 28-നാണ്. പിന്നെ ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് അടുത്തായിട്ട് പറയുന്നത്. ആദ്യമേ പറയുന്നത് എംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി തന്നെയാണ് എംപ്ലോയിഡ് പേഴ്സൺ. പിന്നെ ഈ ആക്ട് പ്രകാരം എംപ്ലോയിഡ് പേഴ്സൺ എന്നതിൽ ഇപ്പം എംപ്ലോയി മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ എംപ്ലോയിഡ് പേഴ്സൺ ആയിട്ട് പരിഗണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എംപ്ലോയർ ഇതുപോലെ തന്നെ ആരാണോ എംപ്ലോയിക്ക് ജോലി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉടമ ആരാണോ അയാളാണ് എംപ്ലോയറിന്റെ അതും നമ്മൾ ഈ ആക്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ എംപ്ലോയർ മരിച്ചു പോവുകയാണെങ്കിൽ എംപ്ലോയറിന്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെയും നമ്മൾ എംപ്ലോയറായി പരിഗണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്, അതായത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടുള്ള ചില എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, അത് ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോട്ടോർ ട്രാൻസ്പോർട്ട് സർവീസസ്, അതായത് സാധനങ്ങളോ വ്യക്തികളെയോ അല്ലെങ്കിൽ സാധനങ്ങളും വ്യക്തികളും ഒരുപോലെ തന്നെ ഒരു നിശ്ചിത എമൗണ്ട് പൈസ മേടിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എല്ലാ സർവീസുകളെയും നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് എടുക്കാം, അതുപോലെ ടാക്സി ആവാം, അല്ലെങ്കിൽ നമ്മുടെ വലിയ ലോറിക്കകത്തൊക്കെ നമ്മളിപ്പോൾ കാണാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഓരോ സാധനങ്ങൾ ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാണാം. അതെല്ലാം ഈ മോട്ടോർ ട്രാൻസ്പോർട്ട് സർവീസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നു. ഇതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അടുത്തായിട്ട് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് സർവീസ് ആണ് പറയുന്നത്. പക്ഷെ അതിലൊരു ചെറിയ എക്സംഷൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിലിറ്ററിക്ക് വേണ്ടിയോ നേവിക്ക് വേണ്ടിയോ എയർഫോഴ്സിന് വേണ്ടിയോ വർക്ക് ചെയ്യുന്നതല്ലാതെ, അതായത് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന മിലിറ്ററി, നേവി, എയർഫോഴ്സിന്റെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് അല്ലാതെ പബ്ലിക്കിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എയ്റോപ്ലെയിൻസ് ഒക്കെ നമുക്കറിയാലോ, ഇപ്പം ഇന്ത്യൻ എയർലൈൻസ് ഒക്കെ, അതുപോലെയുള്ളതെല്ലാം എയർ ട്രാൻസ്പോർട്ട് സർവീസ് എന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ പെടുന്നു. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഡോക്ക്, വാർ ഫോർ ജെട്ടി, അതൊക്കെയാണ്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് ഇതൊക്കെ അതിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് ഇൻലാൻഡ് വെഹിക്കിൾ, എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മെക്കാനിക്കലി പ്രൊപ്പൽഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അതൊരു തള്ളുവണ്ടിയെ കയറ്റി വെച്ചിട്ട് തള്ളിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അങ്ങനെയല്ലാതെ മിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വെഹിക്കിൾസ്, അതായത് ബസ്, കാറ്, അങ്ങനത്തെ സംഭവങ്ങളാണ് ഇൻലാൻഡ് വെസൽസിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻ ക്വാറി, ഓയിൽ ഫീൽഡ്, അങ്ങനത്തെ സംഭവം, മൈൻ ക്വാറിയൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ പെടുന്നു. പ്ലാന്റേഷൻസ്. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ഓർ മാനുഫാക്ചർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ എല്ലാം ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ പെടുന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്ങോ റോഡോ കനാലോ ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും സാധനം കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും അതുപോലെ മെയിൻ്റെനൻസ് ചെയ്യുന്നതിനും വേണ്ടി എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നിലവിൽ വരികയാണെങ്കിൽ അതിനെ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്നു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും പല കാര്യങ്ങൾക്ക് വേണ്ടി ചില എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ റോഡ് പണിക്ക് വേണ്ടിയോ അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന ടൈമിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആക്ടിൻ്റെ അകത്ത്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുന്നത് നമ്മുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള വേജസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ്.
വേജസ് എന്ന ടോപ്പിക്കിൽ അല്ലെങ്കിൽ വേജസ് എന്ന ഒരു ടേമിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റെമ്യൂണറേഷൻ, അതായത് ഒരു വ്യക്തി എന്തെങ്കിലും ജോലി ചെയ്ത് തരുന്നതിന് അയാൾക്ക് പൈസയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്ന എന്ത് റെമ്യൂണറേഷനെയും വേജസ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. അത് എംപ്ലോയർ എംപ്ലോയിക്കാണ് കൊടുക്കുന്നത്. ആൻഡ് അത് എംപ്ലോയ്മെന്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിലെ ഒരു കൺസിഡറേഷൻ ആണ് വേജ്. ആൻഡ് അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി വേജസിൽ ഇൻക്ലൂഡ് ആവുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് വേജ് കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് അവരുടെ റെമ്യൂണറേഷൻ? ദാറ്റ്സ് കോൾഡ് സാലറി. അപ്പോൾ അതുകൊണ്ട് തന്നെ വേജസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ ഒരു എന്താ പറയുക, നമ്മളൊരു സെറ്റിൽമെന്റ് നടത്തില്ലേ, നമ്മൾ ഒത്തുതീർപ്പാക്കെന്ന് പറയില്ലേ, പൈസ കൊടുത്ത്, അങ്ങനെ കൊടുക്കുന്ന പൈസ റെമ്യൂണറേഷനായിട്ട് പരിഗണിക്കുന്നു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ടൈം വർക്ക് അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ ഓർ എനി ലീവ് പീരീഡിലുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത്, ഓവർ ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്, ഹോളിഡേയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഓവർ ടൈം പേയ്മെന്റ് തരുമല്ലോ, കൊടുക്കുമല്ലേ, ആ എമൗണ്ട് റെമ്യൂണറേഷനായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കമ്മീഷനോ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ വേജായിട്ട് പരിഗണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് വെച്ചിട്ട്, ഒരു എംപ്ലോയ്മെന്റിന്റെ പേരിൽ ഒരു കോൺട്രാക്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഉള്ള ജോലി എംപ്ലോയറിന് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കൊടുക്കുന്ന എമൗണ്ട് എന്താണോ ആ എമൗണ്ടിനെ നമ്മൾ വേജ് ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എംപ്ലോയിക്ക് എംപ്ലോയർ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, പല പല നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്, അതൊക്കെ അനുസരിച്ച് ഇത്ര എമൗണ്ട് വേജസ് കൊടുക്കണം, ഇത്ര എമൗണ്ട് ആയിരിക്കണം സാലറി, മിനിമം വേജ് ഒക്കെ പറയുന്നുണ്ട്. ആ എമൗണ്ട് കൃത്യമായി കൊടുത്തിരിക്കുക അല്ലെങ്കിൽ ആ എമൗണ്ട് വേജ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 5 പോയിന്റ് റെമ്യൂണറേഷൻ ആയിട്ട് വേജസിൽ ഇൻക്ലൂഡ് ആവുന്ന 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഇൻക്ലൂഡ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഒരു 6 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബോണസ് കൊടുക്കുകയാണ്, പക്ഷെ അത് എംപ്ലോയ്മെന്റിൽ പറയാത്തതോ അല്ലെങ്കിൽ കോർട്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റിൽമെന്റിന്റെ ബേസിലോ ഒന്നും അല്ലാതെ ബോണസ് ആയിട്ട് എക്സ്ട്രാ എമൗണ്ട് ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അത് ഒരിടത്തും കാണിച്ചിട്ടില്ല, അങ്ങനെ കൊടുക്കണമെന്നൊരു അവകാശം ഒരിടത്തും ഇല്ല, വെറുതെ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനെ റെമ്യൂണറേഷൻ ആയിട്ട് അല്ലെങ്കിൽ വേജസ് ആയിട്ട് പരിഗണിക്കുന്നില്ല. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് അക്കോമഡേഷന് വേണ്ടി, അതുപോലെ സപ്ലൈ ഓഫ് ലൈറ്റ്, വാട്ടർ ആൻഡ് മെഡിക്കൽ അറ്റൻഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വേജസിന്റെ കൂടെ കമ്പ്യൂട്ട് ചെയ്യണ്ട, അത് വേജസ് ആയിട്ട് പരിഗണിക്കണ്ട എന്നൊരു സ്പെഷ്യൽ ഓർഡർ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ഉണ്ട് എങ്കിൽ, അതായത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈറ്റ്, വാട്ടർ, മെഡിസിൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഹെൽപ്പ് എംപ്ലോയിക്ക് കൊടുക്കുന്നത് വേജസിന്റെ കൂട്ടത്തിൽ പെടുത്തണ്ട എന്ന സ്പെഷ്യൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ട് എങ്കിൽ ആ എമൗണ്ടിനെ നമ്മൾ വേജ് ആയിട്ട് പരിഗണിക്കത്തില്ല. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഷനായിട്ട് അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ആയിട്ട് എന്തെങ്കിലും എമൗണ്ട്, പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കൊടുക്കുന്ന എമൗണ്ടിനെ വേജ് ആയിട്ട് പരിഗണിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് ട്രാവൽ അലവൻസ് അല്ലെങ്കിൽ ട്രാവൽ കൺസെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേജ് അല്ല, അത് ട്രാവൽ അലവൻസ് മാത്രമാണ്, അത് വേജ് അല്ല. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ അലവൻസ് ആയിട്ട് ഇത്ര രൂപ ഞാൻ തന്നു, അതുകൊണ്ട് ഞാൻ ആ പൈസ കുറഞ്ഞിട്ടേ സാലറി അല്ലെങ്കിൽ വേജ് തരത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. അത് വേജിന്റെ കൂടെ കൂട്ടുന്നില്ല, അത് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഈ നമ്മുടെ എംപ്ലോയർ പറഞ്ഞ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എക്സ്പെൻസസ് വരികയാണ്, അത് എംപ്ലോയർ കവർ ചെയ്യുകയാണെങ്കിൽ അതിനെയും വേജ് ആയിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് തീർന്ന് ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് സമയത്ത് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഗ്രാറ്റുവിറ്റി ഈ എംപ്ലോയിക്ക് കിട്ടുന്ന
വേജ് അല്ല, അത് അയാൾക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്. അതൊരു വേജ് ആയിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഈ 6 കാര്യങ്ങളാണ് വേജസ് എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആവാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് വേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ എംപ്ലോയർക്കും അയാൾ എംപ്ലോയ് ചെയ്ത ഓരോ വ്യക്തിക്കും വേജ് കൊടുക്കുന്നതിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. കൃത്യമായ റെസ്പോൺസിബിലിറ്റി അയാൾക്ക് ഉണ്ട്. കൃത്യമായിട്ട് ആ എമൗണ്ട് കൊടുക്കണം. അത് ഫാക്ടറിയിലാണ് എങ്കിൽ അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ വഴിയായിരിക്കും പേയ്മെന്റ് നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഓരോരോ ഫാക്ടറി ആണെങ്കിൽ അവിടെ മാനേജറായിട്ട് നമ്മുടെ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് F പ്രകാരം ഫാക്ടറിയുടെ മാനേജറായിട്ട് നെയിം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അയാൾ വഴി ഫാക്ടറീസ് ആക്ട് 1948 ക്ലോസ് വഴി അല്ലെങ്കിൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പ്രകാരം ആ മാനേജർ ആയിട്ടാണ് ഫാക്ടറിയിലെ എംപ്ലോയീസിന് വേജസ് കൊടുക്കുന്നത്. ആൻഡ് ആ പേയ്മെന്റ് ഓഫ് വേജസ് എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ മാനേജർ. ആൻഡ് നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലോ എസ്റ്റാബ്ലിഷ്മെന്റിലോ ആണ് എങ്കിൽ എംപ്ലോയർ ഒരാളെ എന്താ പറയുക, നമ്മുടെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ കൺട്രോൾ ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. ആ വ്യക്തി വഴിയാണ് എംപ്ലോയർ അയാളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയാണ്, ആ സൂപ്പർവിഷൻ അല്ലെങ്കിൽ കൺട്രോളിന് വേണ്ടി വെച്ചിരിക്കുന്ന എംപ്ലോയർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആ വ്യക്തിയാണ് ഇൻഡസ്ട്രിയിൽ സാലറി കൊടുക്കുന്നതിന് അല്ലെ വേജ് കൊടുക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അടുത്തത് പറയുന്നത് അപ്പോൾ റെയിൽവേസ് ആണ് പറയുന്നത്. റെയിൽവേ അഡ്മിനിസ്ട്രേഷനിൽ ഓരോ ലോക്കൽ ഏരിയയിലും ഈ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ ഒരാളെ പറഞ്ഞിട്ടുണ്ടാവും, ഒരു എംപ്ലോയിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ വഴിയാണ് അയാൾ വഴിയായിരിക്കും ഓരോ എംപ്ലോയിക്കും ഉള്ള സാലറി കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നത്. അതിൻ്റെ അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കേസ് ഓഫ് കോൺട്രാക്ടർ, എന്തെങ്കിലും കോൺട്രാക്ടർ വെച്ചിരിക്കുകയാണ് എങ്കിൽ ആ കോൺട്രാക്ട് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തി, ആ കോൺട്രാക്ടർ ആയിരിക്കും ഓരോ എമൗണ്ടിനും അല്ലെങ്കിൽ ഓരോ ചാർജും അയാളുടെ കീഴിൽ വരുന്ന ഓരോ ചാർജിനും ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അയാൾക്കാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് എംപ്ലോയർ നിയമിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിക്കാണ് വേജ് പേയ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സേഷൻ ഓഫ് വേജ് പീരീഡ്, അതായത് ഒരാൾക്ക് വേജ് കൊടുക്കേണ്ട സമയം ഫിക്സ് ചെയ്യുന്നതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പേയ്മെന്റ് ഓഫ് വേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേജ് പീരീഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ആക്ടിന്റെ സെക്ഷൻ 4 ഇതിനെക്കുറിച്ച് ഫിക്സേഷൻ ഓഫ് വേജ് പീരീഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സെക്ഷനിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഡെയിലിയോ വീക്ക്ലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ആയിട്ട് നമുക്ക് വേജസ് പേ ചെയ്യാം. പക്ഷെ അത് ഒരു മാസത്തിൽ കൂടുതൽ, അതായത് 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ വേജ് തരുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ മാസാമാസം തരണം, അല്ലെങ്കിൽ വീക്ക്ലി തരണം, അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ വേജ് തരണം. അതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഫിക്സേഷൻ ഓഫ് വേജ് പീരീഡ്. അതിലേത് വേണം എന്നുള്ളത് എംപ്ലോയറും എംപ്ലോയിയും കൂടെ ആലോചിച്ച് തീരുമാനിക്കാം. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് വേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടൈം ഓഫ് വേജ് പീരീഡിനെ ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് വേജ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ, ഫാക്ടറി, ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റ്, അത് 1000 പേരിൽ കുറവ് എംപ്ലോയീസ് ഉള്ള ഏതെങ്കിലും റെയിൽവേയോ അല്ലെങ്കിൽ ഫാക്ടറിയോ ഇൻഡസ്ട്രിയോ എസ്റ്റാബ്ലിഷ്മെന്റോ ആണെങ്കിൽ 7ാമത്തെ ദിവസത്തിനുള്ളിൽ വേജസ് കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1000 പേരിൽ കുറവ് എംപ്ലോയീസ് ആണ് ഉള്ളത് എങ്കിൽ. പിന്നെ 1000 പേരിൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള റെയിൽവേ, ഫാക്ടറി, ഇൻഡസ്ട്രീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് എങ്കിൽ സാലറി കൊടുക്കേണ്ട ദിവസം തൊട്ട് 10 ദിവസത്തിനുള്ളിൽ വേജസ് കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇപ്പം ഒരു ഷിപ്പിലോ അല്ലെങ്കിൽ ജെട്ടിയിലോ അല്ലെങ്കിൽ മൈനിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ അയാളുടെ ജോലി കഴിയുന്ന അന്ന് തൊട്ട് 7 ദിവസത്തിനുള്ളിൽ അയാളുടെ വേജസ് ഫുള്ള് പേയ്മെന്റ് നടത്തിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ടെർമിനേറ്റ് ആവുകയാണ് എങ്കിൽ അത് എക്സ്പയർ ആവുന്ന തൊട്ട് 2 ദിവസത്തിനുള്ളിൽ ഇപ്പം ഒരു തിങ്കളാഴ്ച ആ കോൺട്രാക്ട് എക്സ്പയർ ആവുകയാണ് അല്ലെ ടെർമിനേറ്റ് ആവുകയാണ് എങ്കിൽ ബുധനാഴ്ചയ്ക്കുള്ളിൽ അയാൾക്ക് കൊടുക്കാനുള്ള ബാക്കി വേജസ് കൊടുത്ത് തീർത്തിരിക്കണം. ഇനിയിപ്പം ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത 2 വർക്കിംഗ് ഡേയ്സ്, അതായത് ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും, തിങ്കളും ചൊവ്വയും വർക്കിംഗ് ഡേ ആണ്, ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും വേജസ് കൊടുത്ത് തീർത്തിരിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു സ്പെഷ്യൽ കണ്ടീഷനാണ്, ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് എങ്കിൽ ആ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ക്ലോഷർ സംഭവിക്കുകയാണ്, എന്തെങ്കിലും ഹോളിഡേ ഒന്നും അല്ലാതെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ക്ലോഷർ സംഭവിക്കുകയാണ്, എസ്റ്റാബ്ലിഷ്മെന്റ് അടച്ചിടേണ്ട ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ അത് അടയ്ക്കുന്നത് തൊട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി കൊടുക്കാനുള്ള വേജസ് എംപ്ലോയീസിന് കൊടുത്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വേജസിന്റെ പേയ്മെന്റ് എപ്പോഴും വർക്കിംഗ് ഡേയ്സിലാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തെല്ലാം കുറച്ച് എക്സംഷൻസ് വരുന്നുണ്ട്, അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സംഷൻസിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ എന്തെങ്കിലും സ്പെസിഫിക് ഓർഡർ ഇറക്കിക്കൊണ്ട് വേജ് പേയ്മെന്റ് നടത്തുന്നതിൽ ഡേയ്സിൽ എന്തെങ്കിലും മാറ്റോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം കൊറോണ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സാലറി വെട്ടിച്ചുരുക്കുന്നു, അതുപോലെ തന്നെ സാലറി കൊടുക്കാനുള്ള ടൈം നീട്ടി കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റ് ഓർഡർ, എന്തെങ്കിലും സ്പെസിഫിക് ഓർഡർ ഇറക്കുകയാണ് എങ്കിൽ മാത്രം ദാറ്റ് ഈസ് ദ ഓൺലി എക്സംഷൻ. ആ സമയത്ത് മാത്രമാണ് വേജ് പേയ്മെന്റിൽ ഒരു എക്സംഷൻ എംപ്ലോയർക്ക് കിട്ടുന്നതെന്നാണ് എക്സംഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് ഓഫ് പേയ്മെന്റ് ആണ്. മോഡ് ഓഫ് പേയ്മെന്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയർക്ക് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കോയിൻ അല്ലെങ്കിൽ കറൻസി, ആ രാജ്യത്ത് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കോയിൻ, ആ രാജ്യത്തൊന്നല്ല, നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്, ഇന്ത്യയിലെ ഇപ്പൊ കറന്റ് ആയിട്ടുള്ള കോയിൻ അല്ലെങ്കിൽ കറൻസി അല്ലെങ്കിൽ ഇത് രണ്ടും ഉപയോഗിച്ച് വേജസ് പേയ്മെന്റ് നടത്താം. അല്ലെങ്കിൽ ഒരു റിട്ടേൺ അതോറൈസേഷൻ എംപ്ലോയിയുടെ അടുത്തുനിന്ന് എഴുതി മേടിച്ചുകൊണ്ട് അയാൾക്ക് ചെക്ക് ആയിട്ടോ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തുകൊണ്ടോ പേയ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കും. ആൻഡ് നമുക്ക് ഇപ്പോൾ വേജസിൻ്റെ അകത്ത് കുറേ ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. വേജസിൽ നിന്ന് ഉണ്ടാവുന്ന ഡിഡക്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെനാലിറ്റി എന്ന നിലയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമോഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻക്രിമെന്റ് അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും എമൗണ്ട് കുറയുന്നുണ്ടെങ്കിൽ, അതായത് പ്രമോഷന് വേണ്ടി എന്തെങ്കിലും എമൗണ്ട് കുറയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും അയാൾ ചെയ്ത എന്തെങ്കിലും ജോലിയിൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, സസ്പെൻഷൻ കിട്ടുന്നത് കൊണ്ട് വേജസ് വെട്ടി ചുരുക്കുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ ആയിട്ട് പരിഗണിക്കത്തില്ല. അത് അയാൾക്ക് അത്ര സാലറി ആ മാസം ഉള്ളൂ എന്ന് തന്നെ പരിഗണിക്കത്തുള്ളൂ. അയാൾക്ക് വേജസിൽ നിന്ന് ഡിഡക്ഷൻ ഉണ്ടായതായിട്ട് പരിഗണിക്കില്ല എന്നാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഡിഡക്ഷൻ ആയിട്ട് പരിഗണിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും ഫൈൻ അടിക്കുകയാണ്, അയാൾക്ക് എന്തെങ്കിലും ഫൈൻ കിട്ടുകയാണ് എങ്കിൽ അത് ഒരു ഡിഡക്ഷൻ ആണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അയാളുടെ ജോലിക്ക് വരാത്ത ദിവസങ്ങളിൽ സാലറി കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഡിഡക്ഷൻ ആണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിരിമറി ചെയ്തുകൊണ്ട് അയാളുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും നാശനഷ്ടം വരുത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ എമൗണ്ട് അയാളുടെ വേജസിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അത് ഒരു ഡിഡക്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗവൺമെന്റ് ആണ് എങ്കിലും അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആണ് എങ്കിൽ ഹൗസ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഡിഡക്ഷൻസ് വരുത്തുന്നുണ്ട് എങ്കിൽ അത് വേജസിൽ നിന്നുള്ള ഡിഡക്ഷൻ ആയിട്ട് തന്നെ ആയിരിക്കും പരിഗണിക്കുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് ആണ് എങ്കിൽ ഒഫീഷ്യൽ ഗസറ്റിലൊക്കെ നോട്ടിഫിക്കേഷൻ സഹിതമായിരിക്കും ഈ അക്കോമഡേഷനുള്ള എമൗണ്ട് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ സബ്സിഡി കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും അമ്യൂണിറ്റി സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഡിഡക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിഡക്ഷൻ ഫ്രം വേജ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസത്തെ സാലറി അത്രയും കുറവായിരിക്കും, അതൊരു ഡിഡക്ഷനായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ലോണോ മറ്റോ എടുത്തിട്ട്, ഇപ്പം ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ലോൺ എടുക്കാറുണ്ട്. അതിൽ നിന്ന് ആ ലോൺ റിക്കവറി നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഡക്ഷൻ. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും ലോൺ എടുത്തതിൽ നിന്ന് ലോൺ ഡ്യൂ ആകുന്നുണ്ട് എങ്കിൽ ആ ഫണ്ട് ആ ഡ്യൂ ആവുന്ന എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ടായിരിക്കണം സാലറിയിൽ നിന്ന് പിടിക്കുന്നത്. അതുപോലെ ഇൻകം ടാക്സ് ഒരു ഡിഡക്ഷൻ ആണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോർട്ട് ഓർഡർ പ്രകാരം എന്തെങ്കിലും ഡിഡക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതൊരു ഡിഡക്ഷൻ ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അടുത്തത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952, ഇൻകം ടാക്സ് ആക്ട് 1961 എന്നിവ പ്രകാരം എന്തെങ്കിലും ഫണ്ട്, എന്തെങ്കിലും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ എനി പ്രൊവിഡന്റ് ഫണ്ട് പിടിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഒരു ഡിഡക്ഷൻ ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ചില പേയ്മെന്റുകൾ വരുന്നുണ്ട് ഡിഡക്ഷൻസിന്. ആ എമൗണ്ടുകൾ ഇൻഷുറൻസിനൊക്കെ വേണ്ടിയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി പിടിക്കുന്ന എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് പരിഗണിക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം പേയ്മെന്റ് ഡിഡക്ഷൻ ആണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഡ് ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ ഫേമിലും അല്ലെങ്കിൽ എല്ലാ ഫാക്ടറീസിലും ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ എന്തെങ്കിലും സംഭാവന അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടിലേക്ക് ഉള്ള എമൗണ്ട് കൊടുക്കുന്നതിന് ഡിഡക്ഷൻസ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു മെമ്പർഷിപ്പ്, ഒരു ട്രേഡ് യൂണിയനിൽ ഏതെങ്കിലും രജിസ്ട്രേഡ് ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പേയ്മെൻറ്റ് നടത്തുന്ന ആ എമൗണ്ട് ഒരു ഡിഡക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫിഡിലിറ്റി ഗ്രാറ്റുവിറ്റി ബോണ്ട് ഇൻഷുറൻസ് പ്രീമിയം, ഈ ഗ്രാറ്റുവിറ്റി ബോണ്ടിൽ ഉള്ള ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ് ഒരു ഡിഡക്ഷൻ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോയിൻസ് അല്ലെങ്കിൽ കള്ളനോട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും വരികയാണ് എങ്കിൽ അതിനെ ഒരു ഡിഡക്ഷൻ ആയിട്ട്, അതായത് അവിടെ റെയിൽവേയിൽ എംപ്ലോയി ആയിട്ടിരിക്കുന്ന ആൾക്കാർ അയാളുടെ കയ്യിൽ കിട്ടുന്ന ക്യാഷ് കള്ളനോട്ടല്ല അല്ലെങ്കിൽ കോയിൻ കിട്ടുന്നത് ഒറിജിനൽ ആണ് എന്നുള്ളതും തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. അതിൽ എന്തെങ്കിലും തിരിമറി വരികയാണ്, കള്ളനോട്ടുകൾ നമ്മുടെ കയ്യിൽ വരികയാണ് എങ്കിൽ അതിന് എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ ആയിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ പിടിപ്പുകേട് കൊണ്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇൻവോയ്സുകൾ നഷ്ടപ്പെടുക, ബില്ലുകൾ നഷ്ടപ്പെടുക, അങ്ങനെ എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ അതിൻ്റെ റിക്കവറി ഓഫ് ലോസ് എംപ്ലോയിയുടെ സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് റിബൈറ്റ്, റീഫണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ, അതായത് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ റിബൈറ്റ് റീഫണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ലോസ്, ആ ലോസിൻ്റെ റിക്കവറി ഡിഡക്ഷൻ, സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ നടത്തിക്കൊണ്ട് ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് നടത്താൻ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരികയാണ്. അതായത് എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും ഒരു ഇത് നടത്തണം, ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഇപ്പം പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല, വേറെ ആവാം. ഇപ്പം നമുക്കറിയാം കൊറോണയുടെ സമയത്ത് 15% മറ്റോ സാലറി വെട്ടിച്ചുരുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റ് വഴി ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ് എങ്കിൽ അതുവഴിയുള്ള പിടിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതുവഴി നമ്മൾ ആ ഫണ്ടിലേക്ക് കൊടുക്കുന്ന എമൗണ്ട് ഒരു സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷൻ ആണ്. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ്, എന്തെങ്കിലും ഇൻഷുറൻസ് സ്കീമിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഇൻഷുറൻസ് സ്കീമിലേക്ക് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തുകയാണെങ്കിൽ അതും നമ്മുടെ വേജസിൽ നിന്നുള്ള ഡിഡക്ഷൻ ആയിരിക്കും. ആൻഡ് ഈ ഡിഡക്ഷൻ എല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുകയാണ് എങ്കിൽ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ് കൊടുക്കുന്നതെങ്കിൽ മാക്സിമം വേജസിൻ്റെ 75% ഡിഡക്ഷനായിട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 25% എംപ്ലോയിക്ക് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും എന്നുവെച്ചാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാതെ ബാക്കിയുള്ള കേസിലാണ് എങ്കിൽ 50% ഓഫ് വേജസ് മാത്രമേ ഡിഡക്ഷൻ പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ബാക്കി എമൗണ്ട് നമ്മൾ എംപ്ലോയിക്ക് കൊടുത്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില സാഹചര്യങ്ങൾ നമുക്ക് ഫൈൻ കിട്ടുന്നുണ്ട്, എംപ്ലോയിക്ക് ചിലപ്പോൾ ഫൈൻ ഇമ്പോസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്.
അതിൽ പ്രൊസീജിയറിൽ നമ്മൾ ആദ്യമായിട്ട് എംപ്ലോയർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 വയസ്സിന് താഴേക്കുള്ള ഒരു എംപ്ലോയി ആണ് എങ്കിൽ അയാൾക്ക് ഫൈൻ അടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയറിന്റെ ഭാഗത്തു നിന്ന് കൂടി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടാവുകയാണ് എങ്കിൽ അതിന് എംപ്ലോയിക്ക് ഫൈൻ അടിക്കാൻ വേണ്ടി എംപ്ലോയിയുടെ ഭാഗത്തും തെറ്റുണ്ടാവാം, പക്ഷേ എംപ്ലോയറിന്റെ ഭാഗത്ത് അതിൻ്റെ അകത്ത് എംപ്ലോയറിന്റെ നെഗ്ലിജൻസ് കൂടി വരുന്നുണ്ട് എങ്കിൽ എംപ്ലോയിക്ക് ഫൈൻ അടിക്കാൻ വേണ്ടി എംപ്ലോയറിന് അവകാശം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒമിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്റ്റീവ് ഉണ്ടാവുകയാണ് എങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ഇന്ന എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നൊരു നോട്ടീസ് കൃത്യമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് ഫൈൻ അടിക്കാൻ, അല്ലെങ്കിൽ ഇന്ന തെറ്റ് ഇന്ന എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതുകൊണ്ട് അയാൾക്ക് ഇത്ര രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം ഓരോ എംപ്ലോയറും. അങ്ങനെ ചെയ്യാത്ത പക്ഷം ആ ഫൈൻ അടയ്ക്കേണ്ട കാര്യം എംപ്ലോയിക്ക് ഇല്ല. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് എംപ്ലോയിക്ക് എംപ്ലോയിയുടെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിനും അയാളുടെ ഭാഗം ന്യായീകരിക്കുന്നതിനുമുള്ള അവസരം കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു ഫൈനും കൊടുക്കേണ്ട ആവശ്യം എംപ്ലോയിക്ക് ഇല്ല എന്നുള്ളതാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേജ് പീരീഡിൽ, അതായത് ഇപ്പം ഒരാൾക്ക് 1000 രൂപ ആണ് സാലറി ഉള്ളത് എങ്കിൽ അയാൾക്ക് അതിൻ്റെ 3% മാത്രമേ ആ സമയത്ത് ഫൈനായിട്ട് വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് ഇന്ന് എനിക്ക് 1000 രൂപ ആണ് എനിക്ക് സാലറി അല്ലെങ്കിൽ എനിക്ക് വേജ് കിട്ടുന്നതെങ്കിൽ ഇന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ 1000 രൂപയുടെ 3% മാത്രമേ എൻ്റെ ഫൈനായിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഫൈനായിട്ട് അടയ്ക്കേണ്ട കാര്യമുള്ളൂ. മാക്സിമം അത്ര എമൗണ്ടേ പറ്റത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻ ഇമ്പോസ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ അത് പേ ചെയ്തിരിക്കണം. അതുപോലെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഒരു ഫൈനും അടയ്ക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫൈൻ അടയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. ഫൈൻ അടിച്ച് 90 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് പേ ചെയ്തിരിക്കണം. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒമിഷൻസ് ഉണ്ടാവുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഫൈൻസും ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് ഫൈൻ ഉണ്ടാകുന്നത്. അല്ലാതെ എന്നുവെച്ചാൽ അയാളുടെ ജോലിയെ ബാധിക്കുന്ന എന്തെങ്കിലും തെറ്റുകൾ ഒരു എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ മാത്രമേ അയാൾക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഫൈന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് എന്തെങ്കിലും ഫൈന് ആർക്കെങ്കിലും ഇമ്പോസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ടും അതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് ഫൈൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഫോർ ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി, അതായത് ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ വരാതെ ആബ്സെൻ്റ് ആവുന്നതിൽ ഉണ്ടാവുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് ഫോർ ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി സെക്ഷൻ 9 പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ അതിൽ ആദ്യമേ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരാൾക്ക് പെയ്ഡ് ലീവ്സ് ഉണ്ടാവും. ആ പെയ്ഡ് ലീവ്സ് ഒഴികെ ബാക്കി എന്തെങ്കിലും ദിവസങ്ങളിൽ, അതായത് വർക്കിംഗ് ഡേയ്സിൽ ലീവ് എടുക്കുകയാണ് എങ്കിലാണ് നമ്മൾ ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി ഡിഡക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫേമിൽ, അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫേമിൽ ഏതെങ്കിലും 10ൽ കൂടുതൽ എംപ്ലോയീസ് ഒരേ ദിവസം നേരത്തെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ നേരത്തെ അറിയിക്കാതെ പെട്ടെന്ന് ആബ്സെന്റ് ആവുകയാണ് എങ്കിൽ അതിൽ അവർക്ക് ഡിഡക്ഷൻസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തെങ്കിലും പ്രൊട്ടസ്റ്റിന്റെ പേരിലോ ഒക്കെ പറഞ്ഞിട്ട് ആബ്സെന്റ് ആവുകയാണെങ്കിൽ അവർക്ക് സാലറി ഡിഡക്ഷൻസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ സെയിം തന്നെ എന്താ പറയുക, എന്തെങ്കിലും സ്ട്രൈക്കൊക്കെ വിളിച്ചിട്ട് ആള് ഈ ജോലി സ്ഥലത്തുണ്ടാവും, പക്ഷെ ജോലി ചെയ്യാതെ മാറി നിൽക്കുകയാണ് എങ്കിലും അത് ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഡിഡക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഡക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഒന്ന് വായിച്ചു നോക്കിയാൽ വേണ്ടി മതി. ആൻഡ് നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഫോർ ഡാമേജ് ഓർ ലോസ്, അതായത് എന്തെങ്കിലും ഡാമേജോ ലോസോ എംപ്ലോയി വഴി ഉണ്ടാവുകയാണ് എങ്കിൽ അതിൻ്റെ ഡിഡക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 10 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡിഡക്ഷൻ ഷാൽ നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് ദ ഡാമേജ് ഓർ ലോസ് കോസ്റ്റ് ടു ദ എംപ്ലോയർ, അതായത്
എംപ്ലോയിയുടെ ഫോൾട്ട് കൊണ്ട് എംപ്ലോയർക്ക് ഉണ്ടാകുന്ന എമൗണ്ട് ലോസ് എത്രയാണോ ആ ലോസിന്റെ കറക്റ്റ് എമൗണ്ട് മാത്രമേ എംപ്ലോയിയുടെ അടുത്ത് നിന്ന് ഡിഡക്ഷൻ ആയിട്ട് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ ഫൈൻ ആയിട്ടോ അങ്ങനെയൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ആ കറക്റ്റ് എമൗണ്ട് എത്ര ലോസോ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായോ അത്ര എമൗണ്ട് എംപ്ലോയർക്ക് എംപ്ലോയിയുടെ അടുത്ത് നിന്ന് മേടിക്കാൻ വേണ്ടി ഡിഡക്ഷൻ ആയിട്ട് മേടിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞത് രജിസ്റ്റർ ഫോർ ഡിഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 2 ഇത് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടും ഒരു രജിസ്റ്ററിൽ ആർക്കൊക്കെ എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്, എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് ഡിഡക്ഷൻ ഉണ്ടായത് മുതലായ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് ഡിഡക്ഷൻ ഫോർ സർവീസ് റെൻഡേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും അമ്യൂണിറ്റീസ് സർവീസസ് എന്തെങ്കിലും എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് അയാളുടെ അടുത്തുനിന്ന് ഒരു നിശ്ചിത എമൗണ്ട് എംപ്ലോയർ മേടിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അത് സാലറിയിൽ നിന്ന് കുറയ്ക്കുന്നതിനെയാണ് ഡിഡക്ഷൻ ഫോർ സർവീസ് റെൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എംപ്ലോയർ എന്തെങ്കിലും സർവീസസുകൾ എംപ്ലോയിക്ക് കൊടുക്കുന്നതിന് ഒരു ഡിഡക്ഷനായിട്ട് സാലറിയിൽ നിന്ന് ഒരു ഡിഡക്ഷൻ പിടിക്കുന്നതിനെയാണ് ഡിഡക്ഷൻ ഫോർ സർവീസ് റെൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പറയുന്നത് ഡിഡക്ഷൻ ഫോർ റിക്കവറി ഓഫ് അഡ്വാൻസസ്. അതായത് നമ്മുടെ എന്താ പറയുക, അഡ്വാൻസസ് എന്തെങ്കിലും കൊടുത്തിരിക്കുന്നത് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള റിക്കവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഡക്ഷൻസ്. അതിൽ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. കണ്ടീഷൻസിൽ ആദ്യമേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് പീരീഡ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ വേജ് പീരീഡ് തൊട്ട് തന്നെ ആ കൊടുത്തിരിക്കുന്ന അഡ്വാൻസിന്റെ റിക്കവറി നമ്മുടെ വേജസ് ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം എന്നോട് അടുത്ത മാസം 1-ാം തീയതി തൊട്ട് ജോലിക്ക് കയറിക്കോളാം, ഞാനിപ്പോൾ ഒരു 10,000 രൂപ അഡ്വാൻസ് തരാമെന്ന് ഒരു എംപ്ലോയർ പറയുകയാണ് എങ്കിൽ ആ 10,000 രൂപ ഞാൻ മേടിച്ച് പോക്കറ്റിലിട്ടു. ഞാൻ അടുത്ത മാസം 1-ാം തീയതി തൊട്ട് ജോലിക്ക് പോയി. പക്ഷെ എൻ്റെ സാലറിയിൽ നിന്ന് എൻ്റെ വേജസിൽ നിന്ന് ഈ 10,000 രൂപ ശകലിച്ച് ആദ്യത്തെ മാസത്തെ അല്ലെങ്കിൽ ആദ്യത്തെ തവണത്തെ വേജസ് തൊട്ട് തന്നെ ശകലിച്ച എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. അത് റെക്കോർഡ് ചെയ്യുന്ന റിഡക്ഷൻ ഫോർ റിക്കവറി ഓഫ് അഡ്വാൻസസ് എന്ന നിലയിലായിരിക്കും. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഡിഡക്ഷൻ ഫോർ റിക്കവറി ഓഫ് ലോൺസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ലോണിന്റെ റിക്കവറിക്ക് വേണ്ടി ഒരു ഡിഡക്ഷൻ വരികയാണ് എങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ എമൗണ്ട് എത്ര എമൗണ്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ റേറ്റും കൂടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ നോക്കിയിട്ടാണ് ലോണിന്റെ റിക്കവറി ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിഡക്ഷൻ ഫോർ പേയ്മെന്റ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഇൻഷുറൻസ് സ്കീം. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഗവൺമെന്റ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ചില കണ്ടീഷൻസ് പ്രകാരമായിരിക്കും ആ ഡിഡക്ഷൻസ് നമുക്ക് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് രജിസ്റ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. അതായത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു, കൃത്യമായിട്ടും ഓരോ ആൾക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടാവുകയാണ് എങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കൃത്യമായി റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ സെക്ഷൻ 13A ഓഫ് ദ ആക്ട്. അടുത്തതായിട്ട് പറയുന്നത് ഇൻസ്പെക്ടേഴ്സ് എന്നുള്ള ടേമാണ് അടുത്തതായിട്ട് വരുന്നത്. നമ്മുടെ വേജസ് ആക്ട് 1936 സെക്ഷൻ 14 ഇൻസ്പെക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 8 സബ്സെക്ഷൻ 1 ഈ സെയിം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്പെക്ടേഴ്സ് എന്താണ് എന്നുള്ളത് ഫാക്ടറി ആക്ടിൽ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആ സെയിം തന്നെയാണ് വേജസ് ആക്ടിലും വരുന്നത്. ഫാക്ടറി ആക്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ഫാക്ടറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു ഫുള്ളായിട്ട്, ചിലപ്പോൾ ചെറിയ ഫാക്ടറി ആണെങ്കിൽ ഫുള്ളായിട്ട് ഒരു ഇൻസ്പെക്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ കൃത്യമായിട്ടും ഇൻസ്പെക്ട് ചെയ്ത് അവിടുത്തെ വർക്കെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഇൻസ്പെക്ടറെ നിയമിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇപ്പം ഗവൺമെന്റിന്റെ ഫാക്ടറീസോ അല്ലെങ്കിൽ ഇപ്പം റെയിൽവേയിലൊക്കെ വരുന്ന ഇൻസ്പെക്ടേഴ്സ് ഉണ്ടല്ലോ, റെയിൽവേയിലും ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ ഗസറ്റിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ടായിരിക്കും അവരെ സെലക്ട് ചെയ്ത് ഈ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടേഴ്സ് ആണ്. ഇൻസ്പെക്ടേഴ്സിന്റെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആക്റ്റിൽ പറഞ്ഞ രീതിയിലുള്ള ആക്റ്റിലെ പ്രൊവിഷൻസ് എല്ലാം കൃത്യമായിട്ടും പാലിക്കുന്നുണ്ട് എന്നുള്ളതിനെ എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻക്വയറി നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണോ ഫാക്ടറിയുടെ പ്രവർത്തനം എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും ഇൻസ്പെക്ടറെ സംബന്ധിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പം നമ്മൾ KSRTCയിലൊക്കെ കയറുമ്പോൾ നമ്മൾ പറയും ടിക്കറ്റ് ഒരിക്കലും കളയരുത് എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇൻസ്പെക്ടർ വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ ആൾ കയറും. അതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് ഫ്രീ ആയിട്ടുള്ള ഏത് റീസണബിൾ ടൈമിലും ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്പെക്ടറിന് ഒരു ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ റെയിൽവേയുടെ പ്രമിസസ് ആണെങ്കിൽ അവിടേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടേക്ക് എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ അവിടേക്ക് ഒരു ഇൻസ്പെക്ടറിന് കടന്നു ചെല്ലാനുള്ള അവകാശം അല്ലെങ്കിൽ പവറുണ്ട്. മൂന്നാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിനും ഇപ്പോൾ റെയിൽവേ ആണെങ്കിൽ അല്ലെങ്കിൽ ഫാക്ടറി ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണ് എങ്കിലും അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും കൃത്യമായിട്ട് വേജ് പേയ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ സൂപ്പർവൈസ് ചെയ്യുക. അടുത്ത പോയിന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഫാക്ടറിയിൽ എന്ത് പ്രൊഡക്ഷനാണ് നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ഈ ആക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പം അവരുടെ രജിസ്റ്ററിൽ ആക്റ്റുമായി സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഏത് സമയത്തും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു റിട്ടൺ ഓർഡർ കൊടുത്തുകൊണ്ട് ഇൻസ്പെക്ടറിന് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് കമ്പനിയിൽ നിന്ന് എടുക്കാനും പറ്റും, ഫാക്ടറിയിൽ നിന്ന് എടുക്കാനും പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയറെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ആക്ടിന് എതിരെ അല്ലെങ്കിൽ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിക്ക് അല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആക്ടിനെതിരാണ് എന്ന് ഈ ഇൻസ്പെക്ടറിന് മനസ്സിലാവുകയാണ് എങ്കിൽ ഇൻസ്പെക്ടറിന് ആ ഭാഗത്തിൻ്റെ ആ രജിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് അത് ഫർദർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന്, അതായത് ഫർദറായിട്ട് അതിനിപ്പം ഇല്ലീഗലായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഫർദറായിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഓരോ ഫാക്ടറിയിലും ഓരോ ഇൻസ്പെക്ടർ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഗവൺമെൻറ് തന്നെ ഇൻസ്പെക്ടേഴ്സിനെ വെക്കുന്നുണ്ട്. ഫാക്ടറീസ് ആക്ട് പ്രകാരമാണോ എല്ലാ ഫാക്ടറീസും വർക്ക് ചെയ്യുന്നത് അങ്ങനെ നോക്കാൻ വേണ്ടി. നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ പെട്ടെന്ന് റെയ്ഡ് നടക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്നു, അതങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി. ഒരു സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് വന്ന എല്ലാ ഹോട്ടലിൽ കൂടെയും കയറി ഇറങ്ങി നോക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പല ഹോട്ടലിലും എന്താ പറയുക അടച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ പെട്ടെന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഇൻസ്പെക്ടേഴ്സ് വരും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പവേഴ്സും കൂടി ഉണ്ട്. അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് പറയുന്നത് രണ്ട് എക്സ്ട്രാ വേറെ കുറച്ച് പവേഴ്സും കൂടെ പറയുന്നുണ്ട്. അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടും ഒരു വ്യക്തിയെ കമ്പൽ ചെയ്ത് നമ്മുടെ ഇൻസ്പെക്ടറിന് ഒരു കാര്യം പറയിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ എംപ്ലോയറിനെതിരെ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ എംപ്ലോയീസും സംസാരിച്ചൊന്നുമല്ല, പിന്നീട് അയാളുടെ ജോലി പോകും. അതുകൊണ്ട് അവരെ കമ്പൽ ചെയ്യാൻ വേണ്ടി ഇൻസ്പെക്ടർ ചെയ്യാൻ പാടില്ല. അതുപോലെ അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനെ റെയിൽവേയുടെ എന്തെങ്കിലും ആണെങ്കിലും അവിടെ ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം, അതായത് കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം എംപ്ലോയറെ ഈ പറയുന്ന നമ്മുടെ ഇൻസ്പെക്ടറിന് ഒരുക്കി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ claims arising out of deduction from wages or delay in payment of wages and penalty for malicious or vexatious claims. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഫ്രം വേജസ്, ഡിലേ ഇൻ പേയ്മെൻ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഉണ്ടാകുമ്പോൾ പെനാലിറ്റീസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വരുന്ന ചില ക്ലെയിംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്ലെയിംസ് എന്തൊക്കെയാണ് നമ്മളിപ്പം ആ ക്ലെയിംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനും അതിന് വേണ്ട ഫർദർ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് കുറച്ച് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആരൊക്കെ ആണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. കമ്മീഷണർ ഓഫ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ, അതായത് ഒരു കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനി ഓഫീസർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്,
എക്സസൈസിങ് റീജിയണൽ ലേബർ കമ്മീഷൻ, അസിസ്റ്റന്റ് ലേബർ കമ്മീഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 2 years എക്സ്പീരിയൻസ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ റീജിയണൽ ലേബർ കമ്മീഷണർ ആയോ അല്ലെങ്കിൽ ലേബർ കമ്മീഷണർ ആയിട്ടുള്ള ഒരാൾ, അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്ത് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയോ ആയിരിക്കും ഈ ക്ലെയിമിൻ്റെ കാര്യത്തിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസിസ്റ്റന്റ്, അതായത് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ എങ്കിലും ആയിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറിന് മേളിലേക്കുള്ള തസ്തികയിൽ വരുന്ന ആളെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ റീജിയണൽ ലേബർ കമ്മീഷണറോ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായിട്ട് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളോ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എങ്കിൽ 2 വർഷത്തിലധികം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള തസ്തികയിൽ വരുന്ന ഓഫീസേഴ്സിനെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം ഉള്ള എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലോ അല്ലെങ്കിൽ ലേബർ കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളെയോ ആയിരിക്കും ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ കോർട്ടിൽ ജഡ്ജായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾ അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും ഈ സ്ഥാനത്തേക്ക്, അതായത് ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ്, ഡിഡക്ഷൻ ഫ്രം വേജസ്, പെനാലിറ്റീസ് ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ ക്ലെയിമിന് വേണ്ടി, അത് ക്ലെയിം ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5 ആൾക്കാരെയാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ കമ്മീഷണർ, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ റീജിയണൽ ലേബർ കമ്മീഷണർ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എങ്കിൽ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ, അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ ആണെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൽ മുകളിലേക്ക് തസ്തികയിലുള്ള ആരെങ്കിലും ആയിരിക്കും ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേബർ കോർട്ടിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൽ വല്ലതും വർക്ക് ചെയ്യുന്ന, അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 കീഴിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ലേബർ കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ കോർട്ടിലെ ജഡ്ജോ അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെയോ ഈ ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് വെയർ ദ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് തുടങ്ങുന്ന പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, സ്പെഷ്യൽ ഏരിയാസ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇതിൽ ഒരാളെ അല്ല, നമ്മൾ മേളിൽ പറഞ്ഞ ഓരോ ഓഫീസറെ അല്ല, ഒന്നിലധികം ഓഫീസേഴ്സിനെ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ പറയില്ലേ ഇന്ന കാര്യത്തിൽ ഒരു ബെഞ്ചാണ് തീരുമാനം എടുക്കുന്നത്, കോർട്ടിലൊരു ബെഞ്ചാണ് തീരുമാനം എടുക്കുന്നതെന്ന് പറയില്ലേ, അതുപോലെ ഒന്നിലധികം ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഓർഡേഴ്സ് ഒക്കെ വഴി ഒന്നിലധികം ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നോ ഡയറക്ഷൻ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഷാൽ ബി മെയ്ഡ് ഇൻ ദ കേസ് ഓഫ് ഡിലേഡ് വേജസ് ഇഫ് ദ അതോറിറ്റി സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഡിലേ വാസ് ഡ്യൂ ടു. അതായത് ഒരു ഡിലേ ഉണ്ടാവുന്നുണ്ട്, പേയ്മെൻറ്റിൽ വേജസ് പേയ്മെൻറ്റിൽ ഡിലേ വരികയാണ് എങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ അടയ്ക്കേണ്ടാത്ത സാഹചര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന 3 സാഹചര്യങ്ങളാണ് എങ്കിൽ പേയ്മെൻറ്റിൽ ഡിലേ വന്നാലും അതിൽ കോമ്പൻസേഷൻ നടത്തേണ്ട കാര്യമില്ല. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണഫൈഡ് എറർ അല്ലെങ്കിൽ ബോണഫൈഡ് ഡിസ്പ്യൂട്ട്സ് വരുന്ന സാഹചര്യങ്ങളാണ് എങ്കിൽ എമൗണ്ട് പേ ചെയ്യുന്ന എംപ്ലോയിക്കുള്ള എമൗണ്ട് പേ ചെയ്യുന്നതിൽ ഡിലേ വന്നാലും അതിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് ഉണ്ടാവുകയാണ് എങ്കിൽ, അതുകൊണ്ടാണ് വേജ് പേയ്മെൻറ്റ് ഡിലേ ആയതെങ്കിൽ അവിടെയും കോമ്പൻസേഷൻ കൊടുക്കണ്ട. അതുപോലെ തന്നെ എംപ്ലോയി വന്ന് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിലേ വരുത്തുകയാണ്, അതായത് എംപ്ലോയർ പേയ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ എംപ്ലോയി വന്ന് മേടിക്കണമല്ലോ, അയാളത് മേടിക്കാതിരുന്നത് കൊണ്ട് ഡിലേ ഉണ്ടാവുകയാണെങ്കിലും മനഃപൂർവ്വം ഇപ്പോൾ വേണമെങ്കിൽ കോമ്പൻസേഷൻ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് എംപ്ലോയിക്ക് വേണമെങ്കിൽ ഡിലേ വരുത്താം, അയാൾ ആ പൈസ മേടിക്കാതെ കൈപ്പറ്റാതെ ഡിലേ വരുത്താം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്
പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആപ്ലിക്കേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ക്ലെയിം ഫോർ ആൻ അൺപെയ്ഡ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കിട്ടാത്ത എംപ്ലോയീസിൻ്റെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൂടി സെക്ഷൻ 16 പ്രകാരം അവർക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് ഒരു സിംഗിൾ ആപ്ലിക്കേഷനായിട്ടോ സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ അൺപെയ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് അത് ഒരുമിച്ച് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ എന്താ പറയുക സാധ്യത, നമ്മൾ ഒരാൾ തന്നെ ചെയ്യുന്നതിനേക്കാളും ഒരു കൂട്ടം ആളുകൾ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു വാലിഡിറ്റി കൂടുന്നത്. അപ്പം അങ്ങനെ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള വേജസ് പേയ്മെൻറ്റ് നടത്താത്ത എന്തോരം അൺപെയ്ഡ് ആയിട്ടുള്ള എന്തോരമാണോ അതിന് ഒരു മാക്സിമം കോമ്പൻസേഷൻ വരെ മേടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് അപ്പീലാണ്. അപ്പീൽ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു കോർട്ടിലേക്ക് വേജ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കേസ് കോർട്ടിലേക്ക് പോവുകയാണ് എങ്കിൽ അതിലെ വിധിക്ക് നമുക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാൻ വേണ്ടി പറ്റും. അതാണ് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അൺപെയ്ഡ് ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യുന്നു, അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ അവർക്ക് വരുന്ന വിധിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അവർക്ക് പ്രസിഡൻസി ടൗൺ കോർട്ടിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിലോ നമുക്ക് എന്താ പറയുക, എനിക്ക് ഈ വിധി ന്യായമല്ല അല്ലെങ്കിൽ വീണ്ടും പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന് കുറച്ച് സാഹചര്യങ്ങളുണ്ട് അങ്ങനെ അപ്പീൽ കൊടുക്കുന്നത്. അതിൽ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയറിന് ഇപ്പോൾ വേണമെങ്കിൽ ആ വേജും അതുപോലെ തന്നെ കോമ്പൻസേഷൻ 300 രൂപയിലധികം കോമ്പൻസേഷനും കൂടെ അടയ്ക്കണമെന്നാണ് പറയുന്നത് എങ്കിൽ അതിൽ ഇപ്പോൾ എംപ്ലോയറിന് 1000 രൂപയിൽ കൂടുതൽ ഒരു ഇത് വരാമെന്ന് വിചാരിച്ചോ, 1000 രൂപയിൽ കൂടുതൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി എംപ്ലോയറിന് വരും എന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ നമുക്ക് വിധിക്കെതിരെ അപ്പീലിന് പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്കിപ്പം എംപ്ലോയിയുടെ കാര്യത്തിലാണ് എങ്കിൽ ഇപ്പം ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആകാം, അതുപോലെ ഒഫീഷ്യൽ ട്രേഡ് യൂണിയനിലെ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെർമിറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ടാവും. എംപ്ലോയിയുടെ പേഴ്സൺ അല്ലെങ്കിൽ എംപ്ലോയി വെച്ചിരിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ടാവും. അവർക്ക് അപ്പീൽ കൊടുക്കാൻ, ഇവർക്ക് എല്ലാവർക്കും അപ്പീൽ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയിക്ക് കിട്ടേണ്ട പൈസ 20 രൂപയിൽ കൂടുതലോ, അതുപോലെ തന്നെ അൺപെയ്ഡ് ഗ്രൂപ്പാണ് എങ്കിൽ അവർക്ക് കിട്ടേണ്ടത് 50 രൂപയിൽ കൂടുതലോ ആണ്. പക്ഷേ അതിൽ കുറച്ച് എമൗണ്ട് ആണ് നമ്മുടെ വിധിയായിട്ട് വന്നിരിക്കുന്ന, കിട്ടേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞ് വിധി വന്നിരിക്കുന്നതെങ്കിൽ അതിനെതിരെ ക്ലെയിമിന് വേണ്ടി പോകാൻ വേണ്ടി പറ്റും എന്നാണ്, അല്ലെങ്കിൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 15 സബ്സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് പെനാലിറ്റി അടയ്ക്കാൻ ഉത്തരവാദിത്തമുള്ള ഏതൊരു വ്യക്തിക്കും അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണോ പെനാൽറ്റി അടയ്ക്കേണ്ടത് അയാളെ സംബന്ധിച്ച് ഇപ്പോൾ ആ വിധി നിയമപരമല്ല അല്ലെങ്കിൽ വിധിക്ക് സാറ്റിസ്ഫൈഡ് അല്ല, വിധിയിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അയാൾക്ക് അപ്പീലിന് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ അതർ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ ഇപ്പോൾ പേയ്മെൻറ്റ് നടത്താതിരിക്കുകയാണ്, അയാളുടെ ഈ പൈസ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിയിലെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 17A ഈ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയറിൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ കുറവായിട്ട് വരും, അല്ലെങ്കിൽ അയാൾക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി, അതായത് കോർട്ട് പറയുന്ന എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി പറ്റാതെ വരുന്നതും, അങ്ങനെ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയിയുടെ റെപ്രസെൻറ്റേറ്റീവ് അപ്പീലിന് പോവുകയാണ് എങ്കിൽ ആ സാഹചര്യങ്ങളിൽ കോർട്ട് എംപ്ലോയറിനെ വിളിച്ചിട്ട് എംപ്ലോയറിൻ്റെ ഭാഗവും കൂടി കേൾക്കും. അയാൾക്ക് എന്താണ് പറയാനുള്ള അയാളുടെ സാഹചര്യവും കൂടെ കേട്ടിട്ട് അയാൾക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കോർട്ടിന് ബോധ്യമാവുകയാണ് എങ്കിൽ അങ്ങനെ ബോധ്യമാവുകയാണ് പൈസയായിട്ട് അല്ലെങ്കിൽ വേജസ് പേയ്മെൻറ്റ് ക്യാഷായിട്ട് നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല എംപ്ലോയർ ഉള്ളത് എന്ന് ബോധ്യമാവുക ആണെങ്കിൽ മാത്രം അയാളുടെ പ്രോപ്പർട്ടി കൂടി
അറ്റാച്ച് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടിയുടെ മൂല്യം നിർണ്ണയിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്താൻ വേണ്ടി കോടതി ഉത്തരവിടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് പെനാൽറ്റീസിനെ പറ്റിയാണ്. എന്തൊക്കെ പെനാൽറ്റീസ് ആണ് ഒരാൾക്ക് ഇപ്പോൾ ഒരു ഫാക്ടറി എംപ്ലോയിക്കോ എംപ്ലോയറിനോ കിട്ടുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പെനാൽറ്റീസിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ നമ്മുടെ ആക്ടിന് എതിരായിട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ സെക്ഷൻ 20 പ്രകാരം അതിൻ്റെ അകത്തെ കുറച്ച് സെക്ഷൻസ് പറയുന്നുണ്ട്. സെക്ഷൻ 20 സബ്സെക്ഷൻ 1, അതുപോലെ സെക്ഷൻ 5 സബ്സെക്ഷൻ 4 ഒഴിവാക്കിയിട്ട് സെക്ഷൻ 5, പിന്നെ സെക്ഷൻ 7 സെക്ഷൻ 8 സബ്സെക്ഷൻ 8 ഒഴിവാക്കിയിട്ടുണ്ട്. സെക്ഷൻ 9 സബ്സെക്ഷൻ 10 ഒഴിവാക്കിയിട്ടുണ്ട്. സബ്സെക്ഷൻ 2 ആണ് ഒഴിവാക്കിയിരിക്കുന്നത്. സെക്ഷൻ 10 ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുപോലെ സെക്ഷൻ 11 സെക്ഷൻ 13 ഒക്കെ പ്രകാരം എന്തെങ്കിലും പണീഷബിൾ ആയിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന സെക്ഷൻസിൽ ഏതെങ്കിലും ചെയ്യാത്തതിന് അല്ലെങ്കിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയതിന് ഒരു എംപ്ലോയറിന് എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 രൂപയിൽ കൂടുതലും 1000 രൂപയിൽ താഴെയുമായിട്ടുള്ള ഒരു ഫൈൻ ആയിരിക്കും എംപ്ലോയർക്ക് കിട്ടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 20 സബ്സെക്ഷൻ 2 വന്നു കഴിയുമ്പോഴത്തേക്കും സെക്ഷൻ 4 സബ്സെക്ഷൻ 4 സെക്ഷൻ 5 സെക്ഷൻ 6 സബ്സെക്ഷൻ 8 അതുപോലെ സെക്ഷൻ 8 സബ്സെക്ഷൻ 2 സെക്ഷൻ 10 സെക്ഷൻ 25 എന്നിവയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്നീ സെക്ഷനുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണ് എങ്കിൽ 3750 രൂപ വരെ ഫൈൻ വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 20 സബ്സെക്ഷൻ 3 പ്രകാരം ഏതെങ്കിലും ഒരു എംപ്ലോയർ എന്തെങ്കിലും റെക്കോർഡോ രജിസ്റ്ററോ കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്യാൻ ഉത്തരവാദിയായിട്ടുള്ള ആളാണ് എങ്കിൽ അയാൾ ആ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നതിൽ ഫെയിൽ ആവുകയോ അതുപോലെ തന്നെ ഒരു നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കൃത്യമായ കാരണം കാണിക്കാൻ വേണ്ടി ഈ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ വിട്ടുവീഴ്ച വന്നതിനുള്ള കാരണം കാണിക്കാൻ അയാൾക്ക് പറ്റാതെ വരികയോ അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്യുക അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുകയോ അതുപോലെ ഈ രജിസ്റ്റർ അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാതിരിക്കുകയോ തെറ്റായ ഉത്തരം തരികയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ 1500 രൂപ മുതൽ 7500 രൂപ വരെ ആയിരിക്കും അയാൾക്ക് ഫൈൻ കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് സെക്ഷൻ 20 സബ്സെക്ഷൻ 4 പ്രകാരം ഏതെങ്കിലും ഒരു എംപ്ലോയർ ഇൻസ്പെക്ടറെ അയാളുടെ ജോലി ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തുകയോ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ടറിന് പ്രത്യേകമായിട്ടുള്ള ഫെസിലിറ്റീസ് അയാളുടെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ ഇൻസ്പെക്ടറിൻ്റെ പവേഴ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ എംപ്ലോയർ റെഫ്യൂസ് ചെയ്യുകയോ അതുപോലെ മൂന്നാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇൻസ്പെക്ടർ ആവശ്യപ്പെടുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ എംപ്ലോയർ റെഫ്യൂസ് ചെയ്യുന്ന സാഹചര്യം. അതുപോലെ ഇൻസ്പെക്ടറിന്റെ മുമ്പിൽ ഹാജരാകുന്നതിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി ഇപ്പം എംപ്ലോയീസിനെ ആരുടെങ്കിലും ഇൻസ്പെക്ടറിന് സംസാരിക്കണമെങ്കിൽ അയാൾ ഇൻസ്പെക്ടറിന്റെ മുമ്പിൽ ഹാജരാകുന്നതിൽ നിന്ന് തടയുകയോ എംപ്ലോയർ അങ്ങനെ തടയാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ 1500 രൂപ മുതൽ 7500 രൂപ വരെ സെക്ഷൻ 20 സബ്സെക്ഷൻ 4 പ്രകാരം നമ്മുടെ ഇൻസ്പെക്ടറിന് ഒരു ഫൈൻ വരാൻ വേണ്ടി അല്ലെങ്കിൽ പെനാൽറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത് പറയുന്നത് സെക്ഷൻ 20 സബ്സെക്ഷൻ 5 ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെക്ഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയറിന് ഒരു തവണ ഇപ്പം മേളിൽ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടുകയും പിന്നീട് അല്ലെ പെനാൽറ്റി കിട്ടുകയും പിന്നീടും അയാൾ ഈ സെയിം മിസ്റ്റേക്ക് തന്നെ ആവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ 1 മാസം മുതൽ 6 മാസം വരെ അയാൾക്ക് ഇംപ്രിസൺമെന്റ് ജയിലിൽ പിടിച്ചിടുകയും അതോടൊപ്പം തൊട്ട് 3750 രൂപ മുതൽ 22,000 രൂപയ്ക്ക് ഇടയ്ക്കുള്ള ഏത് എമൗണ്ട് വേണമെങ്കിലും അയാൾക്ക് വീണ്ടും ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റിയും കൂടി കിട്ടും. അതായത് 1 മാസം തൊട്ട് 6 മാസം വരെ ഇംപ്രിസൺമെന്റും അതിൻ്റെ ഒപ്പം 3750 to 22,000 രൂപ വരെ ഫൈനും
കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 20 സബ്സെക്ഷൻ 6 കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കോർട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ വേജസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എംപ്ലോയറിന് ഉത്തരവ് കൊടുക്കുകയും ആ ഉത്തരവിനെ തെറ്റിച്ചുകൊണ്ട് ആ സമയത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്താൻ എംപ്ലോയർ തയ്യാറാകാതിരിക്കുകയാണ് എങ്കിൽ, അതായത് കോർട്ട് പറയാണ് 10 ദിവസത്തിനുള്ളിൽ എംപ്ലോയിക്ക് കൊടുക്കാനുള്ള രൂപ എത്ര രൂപയാണോ, ഇപ്പോൾ 20,000 രൂപയാണ് കൊടുക്കാനുള്ള വേജ് എങ്കിൽ അത് നീ കൊടുത്ത് തീർത്തിരിക്കണം എന്ന് എംപ്ലോയറോട് കോടതി പറയുകയാണ്. പക്ഷേ ഈ 10 ദിവസത്തിന് കഴിഞ്ഞിട്ടും എംപ്ലോയർ ഈ പൈസ 20,000 രൂപ എംപ്ലോയിക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ താമസിക്കുന്ന ഓരോ ദിവസത്തിനും 750 രൂപ കൂടുതൽ കോടതിയിൽ എംപ്ലോയർ കെട്ടേണ്ടി വരും. ഇപ്പം 10 ദിവസത്തിനുള്ളിൽ 20,000 രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് അയാൾ 11ാമത്തെ ദിവസം കൊടുത്തില്ല എങ്കിൽ 20,750 രൂപയാണ് അപ്പോൾ അയാൾക്കുള്ള കടം, അല്ലെങ്കിൽ അയാൾ കൊടുക്കേണ്ടത്. അതായത് 750 രൂപ കോടതിയിലും 20,000 രൂപ നമ്മുടെ എംപ്ലോയിക്കും കൊടുക്കണം. അതുപോലെ അതിന് മുമ്പ് എന്തെങ്കിലും ഫൈൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഫൈൻ എന്തെങ്കിലും അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഫൈനും 750 രൂപയും കൂടെ കോടതിയിൽ കെട്ടേണ്ടി വരും. അതായത് 2 ദിവസം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 ആയി, അങ്ങനെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഡിവിഷണൽ സൂപ്രണ്ടന്റ് നോർത്തേൺ റെയിൽവേ ലക്നൌവിലെ രാം പ്രസാദിൻ്റെ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, അതൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ബാർ ഓഫ് സ്യൂട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടതിക്കും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ റിക്കവറി ഓഫ് വേജസിനോ അല്ലെങ്കിൽ ഡിഡക്ഷൻ ഫ്രം വേജസിൻ്റെ എതിരെയോ ഒരു കോടതിക്കും നമുക്ക് ഒരു വിധി പറയാൻ അല്ലെങ്കിൽ ഒരു കേസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ റിക്കവറി ഓഫ് വേജസ് അല്ലെങ്കിൽ ഡിഡക്ഷൻ ഫ്രം വേജസ് ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഒരു കോടതിക്ക് കേസെടുക്കാൻ വേണ്ടി പറ്റും. അത് പറയുന്ന 4 സാഹചര്യങ്ങളാണുള്ളത്. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാദിഭാഗം ഉണ്ടല്ലോ, അതായത് എംപ്ലോയി, അയാളിന് ഇപ്പം പേയ്മെൻറ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ട് അത് പെൻഡിങ് ആവുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന വാദിക്ക് അനുകൂലമായ വിധി വന്നതിന് ശേഷം, അതുപോലെ അടുത്തത് പറയുന്നത് സെക്ഷൻ 15 പ്രകാരമുള്ള ആപ്ലിക്കേഷൻ പ്രകാരം ഒരു വേജ് റിക്കവറി നടക്കുകയാണ് എങ്കിൽ ഈ 4 സാഹചര്യത്തിലാണ് കോർട്ടിന് ഇൻ്റർവീൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ വേജസ് റിക്കവറിക്കകത്തും അതുപോലെ ഡിഡക്ഷൻ ഫ്രം വേജസിലും കോർട്ടിന് ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ബാർ ഓഫ് സ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ 22 പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കോൺട്രാക്റ്റിംഗ് ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടോപ്പിക് അതാണ് പറയുന്നത്. നമ്മുടെ ആക്ട് പ്രകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ എംപ്ലോയറെ ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എംപ്ലോയി ഒരു കോൺട്രാക്റ്റ് വെക്കുന്നതിനാണ് പറയുന്നത്. അതായത് ഇപ്പം പേയ്മെൻറ്റ് നടത്തേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നാളും കൂടെ കഴിഞ്ഞാണെങ്കിലും എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് നടത്തിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് എംപ്ലോയറുമായിട്ട് ഒരു കോൺട്രാക്റ്റ് വെക്കുകയാണ് എങ്കിൽ പിന്നീട് ആക്ട് പ്രകാരം ഉള്ള ദിവസത്തിനുള്ളിൽ, അതായത് 15 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലോ നമുക്ക് ഇത് കിട്ടണം, നമ്മുടെ സാലറി കിട്ടണം എന്നുള്ളത് പറഞ്ഞ് അത് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ എംപ്ലോയിക്ക് കോർട്ടിൽ പോകാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് ഡിസ്പ്ലേ ഓഫ് ദ ആക്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പേയ്മെൻറ്റ് നടത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണോ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ഫാക്ടറിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൻ്റെ അവകാശങ്ങൾ, എംപ്ലോയിക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം നമ്മുടെ ഫാക്ടറിയിൽ എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് എഴുതി വെച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് അൺഡിസ്ബേഴ്സ്ഡ് വേജസ് ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എംപ്ലോയിഡ് പേഴ്സൺ. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയി വേജസ് കൈപ്പറ്റുന്നതിന് മുമ്പ് മരിച്ചു പോവുകയാണ് എങ്കിൽ അയാൾക്ക് പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് നോമിനേറ്റഡ് പേഴ്സൺ ആയിട്ട് എംപ്ലോയി വെച്ചിരിക്കുന്ന ആരെയാണോ അയാൾക്ക് പേയ്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ ഒരു നോമിനീനെ എംപ്ലോയി വെച്ചിട്ടില്ലായിരുന്നു എങ്കിലും അതുപോലെ തന്നെ നോമിനിക്ക് ഈ എമൗണ്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിലും പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയുടെ പേരിൽ ഈ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കുറച്ച് കാര്യങ്ങൾ കൂടി അതിൻ്റെ അകത്ത് എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് ആദ്യമേ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. കാരണം അത് സബ്സെക്ഷൻ 1 ഒന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയിഡ് പേഴ്സണ് കൊടുക്കേണ്ട എമൗണ്ട് നോമിനിക്കോ, അതായത് എംപ്ലോയിഡ് പേഴ്സൺ വെച്ചിരിക്കുന്ന, അതായത് എംപ്ലോയി വെച്ചിരിക്കുന്ന നോമിനിക്കോ അല്ല എങ്കിൽ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയുടെ പേരിലോ ഡിപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 നമുക്ക് പഠിക്കാൻ വേണ്ടി ഉള്ളത്. വീഡിയോ കുറച്ച് ലെങ്തി ആയി, കാരണം ഞാനത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തതുകൊണ്ടാണ്. ആൻഡ് നമ്മൾ അതുപോലെ തന്നെ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അതുപോലെ നമ്മുടെ ഡയറക്റ്റ് ടാക്സേഷനിലെ ഇൻകം ടാക്സിൻ്റെ കുറച്ച് നമ്മുടെ ഫസ്റ്റ് പോർഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എങ്കിൽ അതും കൂടി കയറി കാണുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൽ നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ, അതായത് ഗ്രൂപ്പ് 1 കേട്ടോ, ഗ്രൂപ്പ് 1 ഏതെങ്കിലും ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തതായിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പിക്കിന് വേണ്ടി പ്രത്യേകം വീഡിയോസ് ഞാൻ ചെയ്തിടാം. നമ്മുടെ എക്സാംസ് അടുത്ത് വരികയാണ്. അതുപോലെ തന്നെ എക്സാം ഇപ്പം ഓൺലൈൻ മോഡ് ആക്കിയിട്ടുണ്ട്. ഹോം ബേസ്ഡ് എക്സാമും സെൻട്രൽ ബേസ്ഡ് എക്സാംസും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. അത് ചെയ്ത് നോക്കുക, കൃത്യമായിട്ടും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.